ചേട്ടാ നമ്മൾ ഫ്രാൻസിലെത്തുമ്പോഴത്തേക്ക് പൂജമോളുടെ എൻഗേജ്മെന്റ് കഴിയുമോ? എൻഗേജ്മെന്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല, കല്യാണം കൂടിയിട്ട് പോരാ നമുക്ക്. ഒരു മാസം അവിടെ നിന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ കല്യാണം. എന്നാ പിന്നെ എൻഗേജ്മെന്റ് കഴിയുവാണെങ്കിൽ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോന്നാൽ മതി. പ്ലീസ് വെയർ ബെൽറ്റ്. എല്ലാരും ബെൽറ്റ് ബെൽറ്റ് ഇട് ബെൽറ്റ് ഇട്. ആ പ്ലെയിൻ പറക്കാൻ പോകും തോന്നുന്നു. മക്കളെല്ലാരും ഇട്. താങ്ക് യു. പിന്നെ എന്തോ വന്തിയാണ് ഒരു സുന്ദരി ഹെയർ ഹോസ്റ്റസ്. അമ്മണി വെറുതെ ശാന്തേച്ചി ദേഷ്യം പിടിപ്പിക്കില്ല. ശാന്തേച്ചി ചേട്ടൻ ഒരു കിട്ടിയൊക്കെ വന്നേക്കുന്നത്, വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ. അല്ലെങ്കിൽ എന്റെ ചേട്ടനെങ്കിൽ ഇങ്ങനെ പ്ലെയിനെ കയറുമ്പോൾ ഒരു ഇളക്കുള്ള. ഇതെന്തോ ചേട്ടാ ആ എയർ ഹോസ്റ്റസ് കാണിക്കുന്നത്? ഇവര് നമ്മൾ കയറിയപ്പോ തുടങ്ങി ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. എന്തോ ഇവര് കാണിക്കുന്നത്? അതിന് നിങ്ങൾക്ക് എന്താടി ദേ ഒരെണ്ണം മിണ്ടിപ്പോയക്കരുത്, പറഞ്ഞേക്കാം. ആഹാ ഇപ്പൊ മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. മുമ്പ് ഇംഗ്ലീഷ് തന്നെയായിരുന്നല്ലോ പറഞ്ഞത്. എന്ത് നിങ്ങൾ എന്നെ കുറ്റം പറയുന്നത്? ബിവെയർ യു ഡു നോട്ട് അട്രീറ്റ് അഗെയിൻ. എയർ ഹോസ്റ്റസ് സീനാണല്ലോ. എത്രയും പെട്ടെന്ന് ഫ്രാൻസ് ആയിരുന്നു നമുക്ക് ഇറങ്ങാറുണ്ട്. ഫ്രാൻസ് ആയി കാണുമോ ചേട്ടാ? ആ ഏകദേശം എടുക്കാറായി ഫ്രാൻസ്. ബോസുമാര് വരുന്നുണ്ട്, എല്ലാരും ഇവിടെ അടങ്ങിയിരുന്നോണം. അയ്യോ ചേട്ടാ അതാരേട്ടാ തോക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു. ഹേയ് എക്സ്പ്രസോണാ. അയ്യോ നമ്മളിനി എങ്ങനെ രക്ഷപ്പെടും? ഒറ്റ ഒരെണ്ണം അനങ്ങി പോരുത്. ഞാൻ അപ്പുറത്തോട്ട് പോട്ടെ. നീയൊക്കെ അനങ്ങി പോരുത്. ഞങ്ങൾ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തേക്കുവാ. അയ്യോ കൊറേ പ്ലെയിനോട്ട് ആനിമൽ എല്ലാം കൂടെ ചേർന്ന് ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തെന്ന് തോന്നുന്നു. അയ്യോ ദേ വേറെ റൂട്ടൊക്കെ പോകുന്നത് കേട്ടോ പ്ലെയിൻ. എങ്ങോട്ടാ പോകുന്നത് പ്ലെയിൻ? നമുക്ക് പോകേണ്ടത് ഫ്രാൻസ് അല്ലേ? അയ്യോ ഇതിപ്പോ ഇങ്ങോട്ടേ പോകുന്നത്? ഇറ്റലിയോട് എടുക്കുന്നത്. ഇറ്റലി ആയോ? ഇതൊന്നും ഇങ്ങോട്ട് വന്നു ഇറ്റലിയിലോട്ട്. നമുക്ക് പോകേണ്ടത് ഫ്രാൻസിലല്ലേ? ഇത് ഈ പ്ലെയിൻ ഇതിന് ഇറ്റലിയിലേക്കുള്ള ചുറ്റുന്നേ. അവന്റെ പറഞ്ഞ് ഞങ്ങള് ഹൈജാക്ക് ചെയ്തെന്ന്. നിന്നെയൊക്കെ ഇറ്റലിയിൽ ഇറക്കാൻ പോവാ. അയ്യോ അങ്ങോട്ട് നോക്കിയേ, ഇത് വേറെ ഏതൊരു സ്ഥലത്താണ് ലാൻഡ് ചെയ്തേക്കുന്നത്. ഇത് എയർപോർട്ട് ഒന്നുമല്ലല്ലോ. അവരെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തേക്കല്ലേ ചേട്ടാ? പിന്നെ എങ്ങനെ ഇത് എയർപോർട്ടിൽ കൊണ്ട് നിർത്തും? അതാണല്ലേ വേറെ എങ്ങോട്ട് കൊണ്ട് നിർത്തിയേക്കുന്നേ. സ്ഥലമായി എല്ലാം ഈ പ്ലെയിൻ കാലിയാക്കിക്കേ. ബോസുമാര് പറഞ്ഞു കേട്ടില്ലേ, ഇറങ്ങി ഈ പ്ലെയിനിൽ നിന്ന്. അയ്യോ വാ ഇറങ്ങും, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഈ പ്ലെയിനകത്ത് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ ഇറങ്ങാം. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് എങ്ങനെ രക്ഷപ്പെടാൻ വഴിയുണ്ടോ നോക്കാം. എക്സ്പ്രസ് ആണോ? ഇനി അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ ബോസ്. ഇറങ്ങ എല്ലാരും. എന്തോ വേഷം മാറിയെന്നോ? ആദ്യം നമ്മൾ കയറിയപ്പോ നോർമൽ പ്ലെയിൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാ പിന്നെ ഇതിപ്പോ ബോംബ്രിറ്റോ മാറിയിട്ടില്ല, ബോംബർഡീനെ ക്രോക്കോഡിനായിട്ട് മാറിയത്. അയ്യോ നമ്മളപ്പോ ഇത്ര നേരം ഇപ്പൊ ഈ പ്ലെയിനിലായിരുന്നു യാത്ര ചെയ്തോണ്ടിരുന്നത്, ഈ ബോംബർഡീനെ ക്രോക്കോഡിനകത്ത്. ബോംബർഡീനെ ക്രോക്കോഡിലായതൊന്നും നമ്മൾ അറിഞ്ഞതേ ഇല്ലല്ലോ പ്ലെയിനകത്തിരുന്നപ്പോഴ്. ഓ ഭാഗ്യം, അതെല്ലാം അങ്ങ് പോയല്ലോ. നമുക്കിനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇവിടുന്ന് സ്ഥലം വിടാം. ശരി, ഉള്ള നേരം കൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. നീയൊക്കെ എവിടെ പോവാനാ ഞങ്ങളുടെ കയ്യിൽ നിന്ന്? നീയൊക്കെ ഞങ്ങളുടെ അധീനതയില്ല. ഓ ഇവിടെ ഉണ്ടായിരുന്നോ? പോയില്ലേ ഇതുങ്ങള്? ഞങ്ങളെ ഈ തോക്കായിരിക്കുന്നത് ഓർമ്മ വേണം. നീയൊക്കെ നടക്ക്, നിന്നെയൊക്കെ ഞങ്ങൾ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കാം. എന്നാ നീയൊക്കെ നടക്ക്. ഇതെന്തിനാ ഞങ്ങൾ ഈ പാറയുടെ അറ്റത്തോണ്ട് നിർത്തിയേക്കുന്നത്? അപ്പുറത്തോട്ട് തന്നെ കൊടുന്ന് നിർത്തവാ. നോക്ക് എന്ത് കൊക്കെ അപ്പുറത്ത്. അങ്ങോട്ട് തിരിഞ്ഞേക്കതല്ല, ഞങ്ങൾ പറഞ്ഞനുസരിക്കോടെ. പോകമ്പണി പിന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മളിവിടെ കൊണ്ട് നിർത്തിയേക്കുന്ന ഓമാര്. അയ്യോ ശരിയാ പോളെ, ഇത് ഇറ്റാലി പ്ലെയിനോട്ടുകളുടെ നാടല്ലേ ഇറ്റലി. ഇവിടുന്ന് എല്ലാം നമ്മളോട്ടൊക്കെ വരുന്നത് ഇറ്റലിന്ന്. എല്ലാം മിണ്ടാതെ തോണം. എല്ലാം ഓടിക്കളഞ്ഞു, ഒന്നിനെ വെറുതെ വിടരുത്. അയ്യോ അയ്യോ ചെതറി ഓടി എന്റെ പൊന്നെ. അവരൊക്കെ എന്തേ മക്കളെ? കരയണ്ട
കുട്ടുമാനും കുട്ടുമാൻ എന്തായാലും ഒറ്റയ്ക്കല്ലേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ. നമുക്ക് എന്തായാലും അച്ഛനും അമ്മയൊക്കെ പോയി കണ്ടുപിടിക്കാം. നിങ്ങൾ രണ്ടുപേരോട് അവനെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാതെ മക്കളെ. നമുക്ക് എന്തായാലും അച്ഛനും അമ്മയെ കണ്ടുപിടിക്കാവാ, നടക്കാം അങ്ങോട്ട്. അയ്യോ അങ്ങോട്ട് ഇറങ്ങണ്ട മക്കളെ, അതുകൊണ്ട് അവിടെ മൊത്തം വഴുതി കിടക്കുക. നമ്മളങ്ങോട്ട് വീണ് കഴിഞ്ഞാലേ അങ്ങ് താഴെ പോകും. താഴെ കഴിഞ്ഞാൽ ഭയങ്കര വെള്ളച്ചാട്ടം തോന്നുന്നു. ആഹാ, ഇവിടെ കുറെ മനുഷ്യരെത്തിപ്പെട്ടിട്ടുണ്ടല്ലോ. ഓ, എനിക്ക് കുശാലായെന്ന് തോന്നുന്നു. അവര് താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. പുറകെ പോവാ. നമ്മള് ചെതറിയോടെ എങ്ങോട്ടാ വന്നത്? അയ്യോ, പിള്ളേരെ കാണുന്നില്ല. എവിടെ പോയി തപ്പോ ഇനി അവരെ? എടി നീ വിഷമിക്കാതെ, നമുക്ക് എന്ത് കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. അവരെ എന്തായാലും കണ്ടെത്താൻ പറ്റും. നീ വിഷമിക്കാതെ, പിള്ളേരെ നമുക്ക് എങ്ങനെയും കണ്ടെത്താം. നമ്മൾ വിഷമിച്ചെടുത്തിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ തെരഞ്ഞു നടക്കാം. പിള്ളേർ മാത്രമല്ലേ ഉള്ളൂ. താണിയമ്മേ, അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വല്ല ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും അവരെ? അവരാ വെടി വെച്ചപ്പോഴത്തേക്ക് എല്ലാരും ചെതറിയില്ലേ ഓടിയത്? അങ്ങനെയല്ലേ പല വഴിക്കായത്. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അവരെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ചേച്ചി, നടക്കാത്തായിട്ടൊരു കാര്യമില്ല. എന്തായാലും അവരെ നമ്മൾ കാണുമെന്നുള്ളത് കാര്യം തന്നെ പ്രതീക്ഷിക്കുക. എന്റെ മുടി തന്നെ കണ്ടില്ലേ, ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലേ എന്റെ മുടി ഇങ്ങനെ ആക്കിയത്. കഷണ്ടി തലയിലായിട്ട് നടന്ന ഞാനാ. അതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റും. അതും ഇതുമായിട്ട് എന്തോടെ ബന്ധം? അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഉദാഹരണം പറഞ്ഞിരിക്കാതെ പെട്ടെന്ന് പോകാൻ നോക്കുക. താഴോട്ട് ഇറങ്ങാൻ വഴി കൂടെ വാ. ഓ, ഇത് കൊടുങ്കാടാന്നല്ലോ. അമ്മിണി, കിങ്ങിണി, കുട്ടുമോനെ, ആരെങ്കിലും ഒന്ന് വിളിയേക്ക്. നാണിയമ്മേ, കുട്ടുമോനെ, അമ്മണി, കിങ്ങിണി. കുറെ ചെവികളുടെയും കിളികളുടെയും ഒക്കെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ വഴി പോയി നോക്കിയാലോ? ആ ശരിയാ, വാ ഇങ്ങോട്ട് വാ. ഇവിടൊക്കെ ഭയങ്കര മഞ്ഞാന്നല്ലോ. എനിക്കറിയത്തില്ല ഇനി അവരെ ഏത് വഴിക്ക് പോയി കണ്ടുപിടിക്കുമെന്ന്. നമുക്ക് അവരെ കാണാൻ പറ്റുമോ? അവരെ തിരക്കി നടന്ന് നടന്ന് തളർന്നത് മിച്ചം. എങ്ങനെങ്കിലും അവരെ കണ്ടെത്താടി, നീ വിഷമിക്കാതെ. ഓ, ഇവിടെയൊക്കെ തവളയൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. വല്ല പാമ്പും എല്ലാം കാണും ഇവിടെ. എല്ലാവരും താഴെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഭയങ്കര കൊടുമാനം വന്നത്. ഇപ്പൊ സമയം എത്രയെന്ന് വല്ല ഊഹം ഉണ്ടോ? നമ്മുടെ ഫോണൊന്നും കാണാനില്ലല്ലോ. അവിടെ എവിടെയൊക്കെ ചെറുത്തെറിച്ച് പോയായിരുന്ന ഫോണ്. എന്റെ കയ്യിലില്ലടാ ഫോണ്. നമ്മളെന്തായാലും ചെതറി ഓടിയപ്പോഴേ അവര് വെടിവെച്ചില്ലേ, ചെതറി ഓടിയപ്പോഴത്തേക്ക് അവിടെ എവിടെയൊക്കെ എന്റെ കയ്യിൽ തെറിച്ച് പോയി ഫോണ്. ഈ അന്തരീക്ഷം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു രാവിലെ ഏകദേശം 6 മണി 7 മണി എങ്ങോട്ടാന്ന് തോന്നുന്നു. അയ്യോ, ശാരദയുടെ ബാക്കിലായിട്ട് ബോഡി ക്യാമ്പിൽ കുതിക്കുന്നത്. കൊറേ മനുഷ്യരെത്തിയിട്ടുണ്ടല്ലോ ഇവിടെ. ഓ, ഭക്ഷണം കഴിക്കാതെ ഞാൻ വിശന്നിരിക്കുവായിരുന്നു. മനുഷ്യന്മാര് തന്നെ ആയിക്കോട്ടെ. അയ്യോ, നമ്മളെ തവള വീഴുമോ തോന്നുന്നു. ഓടിക്കോ. നീയൊക്കെ എവിടെ ഓടാനാ? ഞാനും വരുവാ. ഞങ്ങളുടെ ഈ ഇറ്റലിയിലെ ഈ സ്ഥലത്തോട്ടൊന്നും ഒരു മനുഷ്യർ പോലും കടന്നു വരാത്ത സ്ഥലമാ. ഞങ്ങൾ മനുഷ്യന്മാരെ തേടി അവരുടെ നാട്ടിലേക്കാ പോകുന്നത്. ഇതിപ്പോ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നതല്ലേ മനുഷ്യന്മാര്. അവരെ അങ്ങനെ വെറുതെ വിടും? അമ്മണി ഇത് കണ്ടില്ലേ, വഴുതി കിടക്കുവാ. അങ്ങനെ കാലകാലം തെന്നിപ്പോയെങ്കിൽ പിന്നെ താഴെ പോകുന്നു. താഴെ വലിയ വെള്ളത്തോട്ടം അല്ലയോ, ആ വെള്ളത്തിൽ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ മതി. അത് പറയുന്നത് ദാഹിക്കാൻ നോക്ക്. ഇത് ആ പാറയുടെ സൈഡിൽ ഉറവ് വെള്ളം കിടക്കുന്ന മോളെ, അതെടുത്ത് കുടിക്കല്ലാരും. ആ, ഉറവേ അത്. അത് നല്ല വെള്ളമാണ്, കുടിക്കാൻ നല്ല വെള്ളം ഉറവാ. മറ്റേതാണെങ്കിൽ ശരിക്കും മോളിൽ കൂടെ ഒഴുകി വരുന്നതല്ലേ, അതിന് നല്ല ഇതാണെങ്കിൽ മണ്ണിന്റെ അടിയിൽ കൂടെ വരുന്ന ഉറവാ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ചിമ്പാൻസിനി ബനാനിനി. ഈ കാട്ടിൽ വേറെ ആൾക്കാരെല്ലാം ഉണ്ടോ? ചിമ്പാൻസിനി ബനാനിനി. അയ്യോ, ചിമ്പാൻസിനി ബനാനിനി.
ആഹാ ഞങ്ങളെ വാസസ്ഥലം അറിയാല്ലേ? എന്തിനാ നീയൊക്കെ ഇങ്ങോട്ട് വന്നത്? അയ്യോ ഇവിടെ വന്നിട്ട് ഞാനങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ നിങ്ങളെ? വാ. അയ്യോ ഞങ്ങളെ എങ്ങോട്ട് വിളിച്ചോണ്ട് പോകാനേ തുടങ്ങുന്നേ? വാഴത്തോട്ടത്തില് ഈ ഇറ്റലിയിലും ഉണ്ട് വാഴത്തോട്ടം. ഞങ്ങൾ ഇഷ്ടം പോലെ പേരുണ്ട് അവിടെ, ചിമ്പാൻസിനി ബനാനികള്. അവർക്ക് എല്ലാവർക്കും വേണ്ട നിങ്ങളെ, ഞാൻ മാത്രം എങ്ങനെ ഭക്ഷിക്കുന്നത്? നടക്കെല്ലാരും പിള്ളേരെ നടക്ക്, അല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. ഒന്നാമത് നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഈ ചിമ്പാൻസിനി പറയുന്നത് കേട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം, അല്ലാതെ നമ്മൾ എങ്ങോട്ട് പോകാനാ? അങ്ങനെ വഴിയേ വാ. വാ വാ വേഗം നടക്ക്, എന്റെ കൂട്ടത്തിലുള്ളവരെല്ലാരും വിശന്നിരിക്കുക. എടി നമുക്കൊരു കാര്യം ചെയ്യ്, ഈ സാധനം ഫ്രണ്ടിൽ പോവില്ലയോ? നമുക്ക് ഈ മരത്തിന്റെ മുകളിലാണ് കയറി ഒളിച്ചിരിക്കാം. പോടി, എങ്ങനെ അമ്മൂമ്മ എങ്ങനെ കയറും? അമ്മൂമ്മക്ക് മരത്തിന്റെ മുകളിൽ കയറാൻ അറിയത്തില്ല. ഷോ, പിന്നെ എന്താ ചെയ്യും? നമ്മളിനി ഇതിന്റെ ഉള്ളിൽ തന്നെ പോകണോ? വരാൻ പറഞ്ഞു കേട്ടില്ലേ? നീയൊക്കെ എന്താ അവിടെ നിക്കുന്നേ? അയ്യോ വരാ നടക്ക് പിള്ളേരെ. ദാ അവിടെ ഒരു കൂറ്റൻ മരം കാണുന്നുണ്ടോ? നമുക്ക് അതിന്റെ ബാക്കി ഒളിച്ചിരിക്കാം, പെട്ടെന്ന് വാ. അയ്യോ ഒളിച്ചിരിക്കാനോ? ശരി അമ്മൂമ്മ, നമുക്ക് ആ മരത്തിന്റെ ബാക്കി ഒളിക്കാം, പെട്ടെന്ന്. ഇതുങ്ങളെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? ഓയ് എവിടെ പോയി നീയൊക്കെ? നിന്നെയൊക്കെ ഞാൻ പിടിച്ചോണ്ടേ പോകത്തുള്ളൂ ഇവിടുന്ന്. എവിടെ പോയി? അയ്യോ എന്റെ കുഞ്ഞിക്കുരങ്ങും കരയുന്നുണ്ടെന്ന് തോന്നുന്നു. പാല് കുടിക്കാനാന്ന് തോന്നുന്നു. ഞാൻ കുഞ്ഞിന് പോയി പാല് കൊടുക്കട്ടെ ആദ്യം. ഇവരവിടെ നോക്കി എന്താ ശരിയാവത്തില്ല. പോയി മക്കളെ, കുരങ്ങൻ പോയി. വേറെ എങ്ങോട്ടോ പോയത്? അവന്റെ കുഞ്ഞുകുരങ്ങനാണെന്ന് തോന്നുന്നു. കരഞ്ഞ് കേട്ടിട്ട് അത് പാല് കൊടുക്കാൻ വേണ്ടി ഓടിപ്പോയതാ. ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. അമ്മൂമ്മ, ഇനി നേരെ ഇരുട്ടാന്ന് തോന്നുന്നു, സന്ധ്യയായല്ലോ. അതിവിടെ മഞ്ഞുള്ളോട്ട് നമുക്ക് തോന്നുന്നു മോളെ. എന്തോന്നും അറിയത്തില്ല, സമയത്തെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യ. നമ്മളാക്കി രാവിലെ ഇറങ്ങിയതല്ലായിരുന്നോ? ഒന്നും അറിയാൻ വയ്യ സമയമൊന്നും. വൈകിട്ടാണോ ഉച്ചയ്ക്കാണോ ഒന്നും അറിയാം. ഇത് കൊടുങ്കാടായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല കറക്റ്റ് ആയിട്ടുള്ള സമയമൊന്നും. എനിക്ക് പേടി, ഇനി വരുമോ ചിമ്പൻസിനി? എടാ, വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. അയ്യോ എന്റെ മുടി പോയേ. എന്ത് പറ്റി? എടി എന്റെ മുടി എക്സ്റ്റൻഷൻ വെച്ചത് മൊത്തം പോയടി. ഓ പോട്ടെ, എക്സ്റ്റൻഷൻ. ഞാൻ ആ മരത്തിന്റെ ഇടയ്ക്കൂടി ഇങ്ങോട്ട് വന്നതാ, മുടിനകത്ത് കുരുങ്ങി മൊത്തം പറഞ്ഞങ്ങ് പോയടി. വെറുതെ എപ്പോ എക്സ്റ്റൻഷൻ വെച്ചത്? എന്തോ മനുഷ്യൻ നിങ്ങൾ മുടിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? പിള്ളേരെ നീ കാണാനില്ല, അമ്മയും പിള്ളേരെ. നിങ്ങൾക്ക് അതിന്റെ ഉള്ള വിഷമം അല്ലല്ലോ. നിങ്ങൾ മുടി പോയതെന്തി നിങ്ങൾക്ക് വിഷമം? അല്ല ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് പിള്ളേരെ നാണിയമ്മ കണ്ടുപിടിക്കണം. അത് തന്നെയല്ല നമ്മുടെ പുറകേക്ക് ആ മുടിക്കാമ്പലപ്പൂ വന്നോണ്ടിരിക്കുമല്ലേ. നമ്മളെ കണ്ടോടാ. നമ്മൾ ആ ടേണിങ് കഴിയുന്ന വരെ ഉണ്ടായിരുന്നു ആ മുടിക്കാമ്പലപ്പൂ. നമ്മൾ ഇതിന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ മുടിക്കാമ്പലപ്പിനെ കാണുന്നില്ല. വഴിതെറ്റി വേറെ അങ്ങോട്ട് പോയി കാണുമായിരിക്കും. അങ്ങോട്ട് നോക്ക്, എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാ. ആ മലമുകളൊക്കെ കണ്ടോ? ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയില്ലോ. ഷോ, പിള്ളേരെ ഒന്നും കാണാത്തോണ്ട്. നമുക്ക് അവരെ എവിടെയാണെന്നുള്ളത് ഒച്ചത്തിൽ വിളിച്ച് ചോദിക്കാനും പറ്റുന്ന അവസ്ഥയാണെന്നുണ്ട് ഇപ്പോൾ. അവരെ വിളിക്കുമ്പോൾ കാണാം ഏതെങ്കിലും ബ്രെയിൻ റോട്ട് ആനിമൽ കാട്ടിൽ ഇറങ്ങി വരും. അത് ശരിയാടാ, ബ്രെയിൻ റോട്ട് ആനിമൽ കാരണം നമുക്ക് അവരെ വിളിച്ച് ചോദിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഓ, എനിക്കെങ്കിൽ നടന്നു ഓടി വയ്യ. ഓ, അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സ് മാറ്റി ഈ സാരി തന്നെ എടുത്ത് കൊടുത്തത്. ഇതായപ്പോഴത്തെ കുറച്ചുകൂടെ കംഫർട്ടബിളാ. മറ്റേ നമ്മളായിട്ടുണ്ട് വന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെ ഓടി നടക്കും? ശരിയാ ശാന്തേച്ചി, ഞാനിട്ട് ആ ജീൻസ് ഇട്ടുകൊണ്ട് നമ്മളെങ്ങനെ ഓടും? ഓ, സാരി ആകുമ്പോഴത്തെ കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും. സമയം വൈകിട്ടാകാറായി തോന്നുന്നു കേട്ടോ. രാത്രി കഴിഞ്ഞ് എന്ത് ചെയ്യും? അയ്യോ രാത്രിക്ക് മുമ്പേ അവരെ എങ്ങനെ കണ്ടുപിടിക്കണം നമുക്ക്, അല്ലെങ്കിൽ രാത്രി അവരെന്ത് ചെയ്യും? എന്നാലും ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോകാം. ശരിയാ. ഹായ്, ഓറഞ്ച് ഇരിക്കുന്നു ഇഷ്ടം പോലെ. ഓ, ഇവിടുന്നൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലോട്ട് ഓറഞ്ച് വരുന്നത്. പോടി, നാഗ്പൂരില്ലേ ഏറ്റവും കൂടുതലുള്ളത്? ഇവിടെ ഉണ്ടല്ലോ, ഇതും വലിയ തോട്ടം തന്നെ അതിന്റെ മക്കളെ. എനിക്ക് ഓറഞ്ച് വേണം. അതിനെന്തോടെ ഇഷ്ടം പോലെ നിൽക്കില്ലേ, പറിച്ചങ്ങോട്ട് തിന്ന്. അയ്യോ, പറിക്കുന്നത് സൂക്ഷിച്ചാണ്. ഇതിന്റെ ഓണർ വല്ലതും വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശരിയാക്കും. അവരോട് അങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ട് മതി മക്കളെ. അതിനിവിടെ ആരും കാണുന്നില്ലല്ലോ. ശരിയാ, ചുറ്റിനും നോക്കിയിട്ട് ആരും കാണാനില്ല. വിജനമായ സ്ഥലം ഇവിടെ അല്ല. പക്ഷെ ഈ ഓറഞ്ച് തോട്ടം ആരുടെങ്കിലും ആയിരിക്കത്തില്ലേ മക്കളെ? എന്റെ അമ്മൂമ്മേനും വേണം ഓറഞ്ച്. പിന്നെ എനിക്കും വേണം ഓറഞ്ച്. ആർക്കാ പിന്നെ വേണ്ടാത്തത്? ഞങ്ങൾ മുതൽ പറിച്ചു തിന്നാൻ പോവാ. അമ്മൂമ്മ അവിടെ നിൽക്ക്. ആരെങ്കിലും വരെ അമ്മൂമ്മ ആരോട് ചോദിക്കും. ഞങ്ങൾ എന്തായാലും പറിച്ചു തിന്നാൻ പോവാ. എടി തോന്നിട്ട് നല്ലൊരു പുഴുത്തോണ്ട് നിൽക്കുന്നേ, പറിക്കേ. എല്ലാം പഴുത്ത് മുഴുത്തിരിക്കുക. ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യ. ആ, ഇവിടുന്ന് പറിക്കാം. ഹായ്, നല്ല പുഴുത്ത ഓറഞ്ച്. Mata dan mulut, dulunya ia hanyalah seorang manusia biasa. Udin din 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 dun, madin din din dun. Girl merupakan sosok jeruk yang memiliki mata dan mulut. Dulunya ia hanyalah seorang manusia biasa. എടി, പണി കിട്ടിയേ തോന്നടി. എടി, ഉദിൻ ദിൻ ദിൻ എന്നല്ലേ പറയുന്നത് കേട്ടത്? ഓറഞ്ച് തോട്ടം അല്ലയോ? അവിടെ ചിലപ്പോ ഉദിൻ ദിൻ ദിൻ കാണാതിരിക്കും. ഒന്നാമത് ഇറ്റലിയാ. അയ്യോ, എവിടോട്ട് തിരിഞ്ഞാലും ഇത് ബ്രെയിൻ റോട്ടാണല്ലോ ഇവിടൊക്കെ. നമ്മളെ കണ്ടു കാണും ഉദിൻ ദിൻ. നമ്മളെ കണ്ടു കാണും. ഒന്നോട്ടല്ലേ ഉദിനായിട്ട് സൗണ്ട് കേൾപ്പിച്ചത്. മോളെ അത് കാണാം മോളെ. ഓറഞ്ച് കാണാം, നമുക്ക് വേണ്ട. അയ്യോ, നല്ല പുഴുത്തൊരു ഓറഞ്ച്, ഇത് കളയാൻ തോന്നുന്നില്ല. ചേച്ചി പെട്ടെന്ന് നമുക്കത് കഴിക്കാം. എന്തായാലും ഉദിൻ ദിൻ വരുമല്ലോ. എന്തായാലും അതിന് മുമ്പ് നമുക്ക് കഴിക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്നാ കഴിക്ക്. എന്നാലും අපි നീ കഴിക്കടി. ഓ, എന്തൊരു മധുരമാണോ ഇത്? Seorang manusia biasa. Udin din 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 dun, madin din din dun. Girl merupakan sosok jeruk yang memiliki mata dan mulut. Dulunya ia
ia hanyalah seorang manusia biasa. Udin din 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 dun, madin din din dun. ആരാ എന്റെ Girl തോട്ടത്തിൽ merupakan കയറിയത്? sosok jeruk yang memiliki mata dan mulut. Dulunya ia hanya din din dun. Girl merupakan sosok jeruk yang memiliki mata dan mulut. Dulunya ia hanyalah seorang manusia biasa. Udin ഞാൻ ആരാ നിനക്കൊക്കെ അറിയോ? ഉദിൻ ദിൻ ദിൻ ദിൻ. എന്തിനാ നീയൊക്കെ എന്റെ തോട്ടത്തിൽ കയറി ഓറഞ്ച് പറിച്ചത്? ഞാനിപ്പോ ജിമ്മിൽ പോയിട്ട് വരുന്ന വഴിയാ. അയ്യോ ഞങ്ങൾ ഓറഞ്ച് പറിച്ചതല്ല. ഇവിടെ അതിന്റെ ഓറഞ്ചിന്റെ തൊലി താഴെ കിടന്ന്. അത് ഞങ്ങൾ എടുത്തതാ. ദേ നോക്ക് തൊലി മാത്രമേ ഉള്ളത്. ആ തൊലി മാത്രമേ ഉള്ളില്ല. ഞാൻ കരുതി ഇനി ഇവിടെ നിന്ന് ഓറഞ്ച് പറിച്ചെന്ന്. എന്റെ ഓറഞ്ച് എങ്ങനെ തൊട്ട് കഴിഞ്ഞാ ഉണ്ടല്ലോ ഇറങ്ങി പോവാനാണോ എന്റെ തോട്ടത്തിൽ നിന്ന്. ഞാൻ ജിമ്മിൽ പോയിട്ട് വരുന്ന വഴിയാ. എന്റെ ഇടി മേടിച്ച് കൂട്ടുണ്ടെങ്കിൽ ഇറങ്ങ്. ഞാൻ ആരാന്നറിയോ? മസിൽമാനാ. ചേച്ചി ഈ ഉരുണ്ടിൽ പാവം തോന്നില്ലേ? നമ്മളോട് ഇറങ്ങി പോന്നില്ല പറഞ്ഞുള്ളൂ. അല്ലാതെ നമ്മളെ ഇനി പിടിക്കാനൊന്നും വന്നിട്ടില്ല. നമുക്കുള്ള സമയത്ത് പോവാം ചേച്ചി വാ. അത് ശരിയാടി. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമുക്കുള്ള സമയത്ത് പോവാം. മനസ്സെപ്പോഴും മാറുന്ന അറിയത്തില്ല. ഞാൻ പറഞ്ഞ കള്ളൊന്നും വിശ്വസിച്ചടി. നമ്മളിത് തിന്നു തീർത്തിട്ടില്ലേ? തൊലി മാത്രമല്ലേ ഉള്ളത്. നമ്മൾ തിന്ന ആരെങ്കിൽ ആ ഉദിന്റെ മനസ്സിലായില്ല. ഉദിന് വിചാരിച്ചത് തൊലി മാത്രമായിരിക്കും. അതാണ് നമ്മളെ വെറുതെ വിട്ടത്. ഓടിച്ചോ. ഞാൻ ആരാന്ന് അവറ്റകൾക്ക് അറിയത്തില്ല. എന്റെ ഓറഞ്ച് എല്ലാം തൊട്ടിരുന്നെങ്കിൽ ഇനി ഞാൻ ജിമ്മിൽ പോട്ടെ ഒന്നുകൂടെ. ശാന്തേച്ചി നമ്മൾ ആ മറ്റേ മലയെ കൂടെ അല്ലായിരുന്നു ചെതറി ഓടിയത് എല്ലാവരും കൂടെ. മറ്റേ അവർ ബോംബിട്ട് വെടി വെച്ചപ്പോഴ് ആ മലയെ കൂടെ അവർ താഴോട്ട് പോയി കാണുമോ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? അത് ശരിയാ. ആ മലയെ കൂടെ ഇനി താഴോട്ട് നമുക്ക് ഇറങ്ങാം. അയ്യോ മഞ്ഞ് പെയ്യുന്നു. ഓ തണുക്കുന്നേ. അയ്യോ പിള്ളേർ നിൽക്കുന്നിടത്തൊക്കെ മഞ്ഞ് പെയ്യുന്നു കാണൂ. പിള്ളേർ തണുത്ത് പറിക്കുമായിരിക്കുമല്ലോ. മഞ്ഞായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ആ താഴെ കൂടെ അങ്ങോട്ട് പോവാം. അത് ശരിയാ. മഞ്ഞായാലും വെയിലായാലും വേണ്ടില്ല. നമുക്ക് എന്തായാലും അവർ തപ്പി നടക്കാം. അയ്യോ മഴയും തുടങ്ങി തോന്നുന്നു കേട്ടോ. മഞ്ഞ് മഴയാന്ന് തോന്നുന്നത്. നമുക്കെന്തൊരു കാര്യം ചെയ്താൽ അവിടെ ഒരു ഗുഹ ആണെന്ന് അങ്ങോട്ട് കയറിയല്ലോ. നമ്മൾ ഈ മഴ നനഞ്ഞ് പനി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. ശരിയാ. മഞ്ഞ് പെയ്യുന്നാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. ഈ മഴയും കൂടെ ആകുമ്പോഴത്തേക്കേ തല നനയും. എന്താ വായിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. ആ ഗുഹയ്ക്കകത്തോട്ട് കയറാം. അയ്യോ മഴ പെയ്യുന്നു. മഴ മാത്രമല്ലടി മഴയും മഞ്ഞും കൂടാ. ആ ഉദിന്റെയും നമ്മളെന്തായാലും രക്ഷപ്പെട്ടല്ലോ. അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു ആ ഉദിന്റെ. പിന്നെ എന്തായി ജിമ്മിൽ പോവാന്ന്. അയാൾക്ക് അതിന്റെ ചിന്തയുള്ളു. ബോഡി ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യമുള്ളൂ. അല്ലാതെ നമ്മളൊന്നും പിടിച്ച് തിന്നണമെന്നൊന്നും ഇല്ല. ഭാഗ്യമായി മക്കളെ പനി വല്ല പിടിക്കുമല്ലോ. നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്നത്? മക്കളെ നമുക്ക് അവിടെ ഒരു ഗുഹ ആണ്. നമുക്ക് അതിനകത്തോട്ട് കയറിയാലോ? അത് മഴ തോർന്നിട്ട് ഇത് മഴയുണ്ട് മഞ്ഞുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ അച്ഛനും അമ്മ പറഞ്ഞ അനുസരിക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞാലും അനുസരിക്കുന്നത്. മഴ നനയ്ക്ക് നനേ. പനി പിടിക്കുമ്പോ പഠിച്ചോളൂ. ശരിയാ വാ പോകാം. ഒന്നാമത് പ്ലെയിൻ റോട്ടുകളുടെ നാടായിട്ട് എനിക്ക് പേടി. അവരെ കാണാതായിട്ട് ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ അവരെ. നമ്മളിവിടെ എവിടെയെല്ലാം തപ്പി നടന്ന്. പ്ലെയിൻ റോട്ടൊന്നും ഇല്ലായിരുന്നു. നമുക്ക് പേടിക്കണ്ടായിരുന്നു. ഇപ്പൊ സാധാരണ ഒരു നാടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും വെച്ച് കാണാമായിരുന്നു. ഇതിപ്പം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ റോട്ടുകൾ ഇഷ്ടംപോലുള്ള നാടാ ഇത്. അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് ഇറങ്ങി നടക്കുന്നത്. എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ. ഞാനും കേട്ട ഏതാണ്ട് സൗണ്ട്. tung 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 sahur. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak nyaut, maka makhluk ini datang di rumah kalian. Hi, seremnya. Tung tung ini biasa. Tung 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 sahur. Anomali. അയ്യോ തുന്തും സഹോറിന്റെ സൗണ്ട് അല്ലേ കേട്ടത്? അയ്യോ ഇവിടെ എവിടെയാ തുന്തും സഹോർ ഉണ്ട് കേട്ടോ. എല്ലാരും ഒച്ച ഓർത്ത് സംസാരിച്ച് നമുക്കൂടെ ഒളിച്ചിരിക്കാം. മിണ്ടാതിരിക്കാം അവിടെ. എടി അവരെ ചെറിയൊരു ഡോറുണ്ടല്ലോ. ആ ഡോറിനകത്ത് മുട്ടുന്നടി. സഹൂർ ചിലപ്പോ സഹൂറിന്റെ ആ വടിയും കൊണ്ട് തട്ടുമായിരിക്കും കേട്ടോ. ആ ഡോർ എന്തായാലും അടച്ചത് കാര്യമായി. നമ്മളെങ്കിൽ അകത്ത് കയറിയപ്പോഴ് തുറക്കരുത് കേട്ടോ. പഞ്ഞിന്റെ തണുപ്പ് ഇങ്ങോട്ട് ഏക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ഡോർ അടച്ചത്. ഏതായാലും കാര്യമായി. എല്ലാരും മിണ്ടാതിരിക്കുക. പതുങ്ങിയിരിക്കേ. Tung 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 sahur. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak nyaut, maka makhluk ini datang di rumah kalian. Hi, seremnya. Tung tung ini biasa. Tung 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 sahur. Anomali. അയ്യോ സഹോർ ഇതിനകത്ത് കയറി. എനിക്ക് കുറച്ച് ആൾക്കാരെ കിട്ടിയേ. ലാലാ അടച്ചിട്ടപ്പോ എന്തോ വിചാരിച്ച്. ലാലാ
നിന്റെയൊക്കെ ഞാൻ കുറെ നേരം കൊണ്ട് വാച്ച് ചെയ്യുന്നുണ്ട്. നീയൊക്കെ ആ മഞ്ഞ് വീഴുന്നിടത്ത് പോയി നിന്നില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി എന്റെ ഗുഹയെ ഒന്ന് കയറുമായിരിക്കുന്നു. അതിന് ഞാൻ വല വീശി തന്നെ നിൽക്കുമായിരുന്നു. ആദ്യമായിട്ടോ ഇവിടെയൊക്കെ മനുഷ്യരെ ഞാൻ കാണുന്നത്. ഞാൻ മനുഷ്യരെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലോട്ട് ആദ്യമായിട്ടോ മനുഷ്യർ വരുന്നത് കാണുന്നേ. പിന്നെ വെറുതെ വിടാൻ പറ്റുമോ? എനിക്ക് വയ്യ, ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മളാകെ പടപ്പെട്ടല്ലോ. ചേട്ടാ എന്തെങ്കിലും ഒരു വഴി പറയട്ടാ. എന്നാലും എനിക്കിപ്പോ ഭാഗ്യത്തിനാണ് എന്റെ മനുഷ്യരെ ഇവിടെ കുറെ കിട്ടിയത്. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി. കുറെ കൊച്ചു കുട്ടികളുണ്ടായിരുന്നു, അവരെ മാത്രം മിസ്സായി പോയി. ആ കൊച്ചു കുട്ടികളെ പിടികിട്ടിയില്ല. അവരും ആ മഞ്ഞ് വീഴുന്നിടത്ത് ഇപ്പൊ ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നു അവിടെ. അയ്യോ ചേച്ചി വാ ചേച്ചി, നമുക്ക് പോയി നോക്കാം. അനങ്ങരുത്, ഒരെണ്ണം അനങ്ങരുത്, അല്ലെങ്കിൽ എന്റെ വടിയും കൊണ്ട് തലയ്ക്ക് അടി കിട്ടും എന്നെ കയ്യിൽ നിന്ന്. കിട്ടണ്ടെങ്കിൽ അടങ്ങി നിന്നോ. ഞാനെന്തായാലും ആ പിള്ളേരെ പോയി നോക്കട്ടെ. അവരെയും കൂടെ എനിക്ക് കിട്ടുമോന്ന് അറിയണ്ടേ. നീയൊക്കെ ഇവിടെ കിടന്നോണം. ഞാൻ വെളിയിൽ നിന്ന് ഡോർ അടയ്ക്കുക. ഒറ്റ എണ്ണം വെളി ഇറങ്ങിയേക്കരുത്. ചേട്ടാ നമ്മുടെ മക്കളുടെ കാര്യമല്ലേ പറഞ്ഞത്? എടി തുമ്പും സഹോർ പറഞ്ഞത് കറക്റ്റ് അടി. അപ്പൊ നമ്മുടെ മക്കളും അമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തുമ്പും സഹോർ പറഞ്ഞത് അവിടെ നിൽക്കുന്ന കണ്ടത്. നമ്മളെ നിന്ന സ്ഥലത്ത് തന്നെ തോന്നുന്നു അവര് വന്നത്. പക്ഷെ അവര് വന്നിട്ട് എവിടെ പോയോ എന്തോ. ഓ, അവരാണെങ്കിൽ ചിലപ്പോ പോയി പിടിക്കാൻ എൻ്റെ കൂടെ പോയത് നമ്മുടെ മക്കളെ. അതേടാ, നമ്മുടെ മക്കളെ പിടിക്കാൻ വേണ്ടി തന്നെ ആ തുമ്പും സഹോർ പുറത്തോട്ട് പോയിരുന്നേ. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി അവരെ രക്ഷിക്കണ്ടേ? ഡോർ അടച്ചിട്ടല്ലേ പോയത്? എന്നാലും വേണ്ടില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഡോർ ആക്കി തല്ലി പൊളിക്കാം. ശരിയാ, ഒത്തു പിടിച്ചു കഴിഞ്ഞാൽ ഡോറ് നമുക്ക് എല്ലാവർക്കും കൂടെ തല്ലി പൊളിച്ചിടാം. എന്നാ ആഞ്ഞു പിടിച്ചോ, ഇവിടുന്ന് എല്ലാവരും ഓടിക്കോ. ആ ഡോറെ ചെന്ന് ഒറ്റ ചവിട്ടി കൊട്ടണം. ഡോറ് പൊളിഞ്ഞു എല്ലാരും ഇറങ്ങി ഇറങ്ങ്. ഇറങ്ങ, നോക്കി ഇറങ്ങ, നോക്കി ഇറങ്ങ.